മഹേഷ്, ഒരു തിരഞ്ഞെടുപ്പ് കാലമാണ്. തീർച്ചയായും നേതാക്കളുടെ വാക്പോരിനപ്പുറത്ത് ഒരു സമാധാന അന്തരീക്ഷം ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തരം കാര്യങ്ങൾ, ഇത്തരം കയ്യേറ്റ ശ്രമങ്ങൾ വരുമ്പോൾ തീർച്ചയായും ഈ ഒരു സമാധാന അന്തരീക്ഷത്തിന് ഭംഗം വരുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. അപ്പോഴും നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഈ സമീപ ദിവസങ്ങളിലായി നടക്കുന്നത് വീണ ജോർജിനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാനുള്ള ഒരു ശ്രമത്തിലേക്ക്, അല്ലെങ്കിൽ അവരെ പോയിന്റ് ചെയ്തുകൊണ്ട് ഒരു വലിയൊരു തിരഞ്ഞെടുപ്പ് പ്രചാരണമായി ഇക്കാര്യത്തെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള പ്രതിപക്ഷ ശ്രമങ്ങൾ ഈ ഘട്ടത്തിൽ പാളിപ്പോയോ എന്ന് നമ്മൾ ആലോചിക്കേണ്ട ഒരു സമയമാണ്. മഹേഷ്, എങ്ങനെ കാണുന്നു ഇതിനെ? ശ്യാമിലി, ഇത് പാളിപ്പോയോ എന്നതിനേക്കാൾ ഗൗരവമുള്ളത് അതിരു കടന്നു പോകുന്നു എന്നുള്ളതാണ്. കാരണം ഈ സമരങ്ങൾ, പ്രതിഷേധങ്ങൾ കേരളത്തിന് പുത്തരിയല്ല. പ്രത്യേകിച്ച് കരിങ്കോടി പ്രതിഷേധമടക്കമുള്ള സംഭവങ്ങൾ അത് ഭരണം മാറുന്തോറും പ്രതിപക്ഷത്തിരിക്കുന്ന സംഘടനകൾ, അവർ യുവജന സംഘടനകൾ ഇത്തരം സമരരീതികൾ അനുവർത്തിക്കുന്നത് പതിവുള്ള കാര്യമാണ്. പക്ഷെ അതിലുണ്ടായിരുന്നു. അവിടെ പലപ്പോഴും കരിങ്കൊടി പ്രതിഷേധം നമ്മൾ പലയിടത്തും കണ്ടിട്ടുള്ളതാണ്. പക്ഷേ കരിങ്കൊടി പ്രതിഷേധം നടത്തുന്നവർ അവരെവിടെ നിന്നും കരിങ്കൊടി ഉയർത്തുക, പോലീസ് അവരെ അറസ്റ്റ് ചെയ്ത് നീക്കുക എന്നുള്ളതാണ് പതിവായി കണ്ടുകൊണ്ടിരുന്നതെങ്കിൽ ഇവിടെ മന്ത്രി വീണ ജോർജ് റെയിൽവേ സ്റ്റേഷനിലേക്ക് വരുന്നു. അവർ തിരിച്ച് തിരുവനന്തപുരത്തേക്ക് യാത്ര തിരിക്കാൻ വേണ്ടി വരികയാണ്. അവർ വരുമ്പോഴാണ് ഇത്തരത്തിലേക്ക് പതിയിരുന്ന പലയിടത്തു നിന്നായിട്ടുള്ള KSU പ്രവർത്തകർ അവർ കരിങ്കൊടിയുമായിട്ട് പ്രതിഷേധമായി രംഗത്തേക്ക് വരികയും അവർ മന്ത്രിക്ക് നേരെ പാഞ്ഞെടുക്കുന്ന ദൃശ്യങ്ങളാണ് വരുന്നത്. അപ്പോൾ പോലീസ് അവർക്ക് ചുറ്റും വലയം തീർക്കുന്നു. അവിടെ ചെറിയ തോതിൽ കയ്യേറ്റം ഉണ്ടാകും. മന്ത്രി ശുഭിതയായി സംസാരിക്കുന്നുമുണ്ട്. കാരണം അത്തരത്തിലേക്ക് തനിക്ക് വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് എന്നാണ് മന്ത്രി പറയുന്നത്. അപ്പോൾ അത്തരത്തിലേക്ക് ഈ ഒരു ഉന്തും തള്ളിനും ഇടയിലാണ് മന്ത്രിക്ക് പരിക്കേൽക്കുകയും ചെയ്യുന്നത്. ഇതിനകത്ത് മന്ത്രിയെ ആസൂത്രിതമായി ആക്രമിച്ചു എന്ന് തന്നെയാണ് CPM ആരോപിക്കുന്നത്. മറിച്ച് കോൺഗ്രസ് പറയുന്നത്, അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്, KSU നേതാക്കൾ പറയുന്നത് അത്തരമൊരു ആക്രമണം നടത്തിയിട്ടില്ല. മറിച്ച് അവിടെ പ്രതിഷേധിക്കുക മാത്രമാണ് ചെയ്തത്. പോലീസുകാരുടെ നെയിം ബോർഡ് കൊണ്ടാണ് മന്ത്രിയുടെ കൈ മുറിഞ്ഞതെന്നും അതല്ല മന്ത്രിയുടെ കൈ നേരത്തെ മുറിഞ്ഞിട്ടുള്ളതാണെന്നും ഒക്കെ നേതാക്കന്മാർ പറയുന്ന സാഹചര്യമുണ്ട്. ഉന്തിലും തള്ളിലും മന്ത്രിക്ക് പരിക്കേറ്റു എന്നുള്ളത് വ്യക്തമാണ് എന്ന് തന്നെയാണ് ആശുപത്രിയിൽ നിന്നുള്ള കാര്യങ്ങൾ, കാഴ്ചകൾ, വിവരങ്ങളൊക്കെ അറിയുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ അത്തരത്തിലേക്ക് മന്ത്രി പരിക്കേറ്റ് ഇപ്പോൾ ആശുപത്രിയിലാണ്, ICUവിലാണ്. അപ്പോൾ ആ നിലയിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ അത് മാത്രമല്ല, മുൻപ് കഴിഞ്ഞ ആഴ്ചയാണ് ആരോഗ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ തിരുവനന്തപുരത്ത് യൂത്ത് കോൺഗ്രസുകാർ പൂട്ട് തകർത്ത് കയറുകയും അവിടെ മന്ത്രിയുടെ മക്കളൊക്കെ താമസിക്കുന്ന ആ വീട്ടിലാണ്, മന്ത്രി എപ്പോഴും അവർ സ്ഥലത്തുണ്ടായിരുന്നില്ല, ആ വീടിന് മുമ്പിൽ വാതിലിൽ റീത്ത് വെക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. ആ വീടുകളിലേക്ക് ആക്രമണത്തിന് ന്യായീകരിക്കാൻ കഴിയില്ല എന്ന് പ്രതിപക്ഷ VD സതീശൻ അടക്കമുള്ള നേതാക്കൾ പറയുകയും ചെയ്തതാണ്. അങ്ങനെയൊക്കെ തൊട്ടു പിന്നാലെയാണ് ഇത്തരത്തിലേക്ക് ഒരു സംഭവ വികാസം ഉണ്ടാകുന്നത്. ഇത് അതിര് കടന്ന പ്രതിഷേധമായി മാറി. കേരളം കണ്ടിട്ടുണ്ട് പലതവണ ഇത്തരത്തിലേക്കുള്ള പ്രതിഷേധങ്ങൾ. കൂത്തുപറമ്പ് വെടിവെപ്പ് ഉണ്ടാകുന്ന പോലും ഇത്തരത്തിലേക്ക് മന്ത്രിയെ തടയാൻ വേണ്ടിയുള്ള ശ്രമത്തിന് ഭാഗമായി സമരം, ആ സമരത്തിൽ നേരെ പോലീസ് വെടിവെക്കുമ്പോൾ അത്തരത്തിൽ ദാരുണ സംഭവങ്ങൾ കേരളം സാക്ഷ്യം വഹിച്ചതാണ്. കാലം ഇത്രയും മാറിയിട്ട് പോലും ഇത്തരത്തിൽ പ്രതിഷേധത്തിന് ഒരു അതിർവരമ്പ് നിശ്ചയിക്കാൻ നമ്മുടെ നേതാക്കന്മാർക്ക് അല്ലെങ്കിൽ സംഘടനാ പ്രവർത്തകർ കഴിയാതെ പോയതിൻ്റെ ഒരു നേർക്കാഴ്ചയാണ് കണ്ണൂരിൽ നമ്മൾ ഇപ്പോൾ കണ്ടത്. ശാബ്ലി.